2 ദിവസം കൊണ്ട് രാവിലെ എണീച്ച ആദ്യത്തെ പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ അത്തം ഇടുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഓണക്കാലത്ത് എല്ലാ വീട്ടിലും അത്തം ഇടും. അപ്പോൾ ഒന്നാമത്തെ അത്തമാണിത്. അതുപോലെ തന്നെ 2ാം ദിവസത്തിലെ അത്തമാണ്. അപ്പോൾ അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ മുളക് ചെടിയിൽ മൊത്തം മുഞ്ഞ ബാധിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഒരു കറുപ്പും തവിട്ടും നിറത്തിലുള്ള മുഞ്ഞ. അപ്പോൾ അതിന് തുരത്താൻ വേണ്ടിയിട്ട് എറമ്പുകളും ഉണ്ട്. അപ്പോൾ ഈ മുഞ്ഞ ഇരുന്നാൽ ഈ മുളവിനി പാഴിപ്പോവും. അപ്പം എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ജൈവ കീടനാശിനിയാണ് കേട്ടോ. വേപ്പധിഷ്ഠിത ജൈവ കീടനാശിനിയാണ് ഈ മുഞ്ഞയ്ക്ക് ഏറ്റവും ബെസ്റ്റ്. അതിൻ്റെ കൂടെ കുറച്ച് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് നമ്മളെ ചപ്പാത്തി പലകേനെ ഇതാണ് എനിക്ക് കിട്ടിയത്. അത് വെച്ച് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുത്ത് വെളുത്തുള്ളിയുടെ ചാറൊക്കെ എടുത്ത്, അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ചതച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കണം, മുഞ്ഞയ്ക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ വേപ്പധിഷ്ഠിത കീടനാശിനി തന്നെയാണ്. അപ്പം ഒരടപ്പളവിൽ നമുക്കിപ്പോൾ ഒരു മുളവിനെ ഈ ഒരു മുഞ്ഞ ബാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരടപ്പളവിൽ നമ്മുടെ കീടനാശിനി എടുക്കുക. അതുപോലെ തന്നെ ഒരു 3/4 ഗ്ലാസ് അളവിലുള്ള വെളുത്തുള്ളി വെള്ളം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പാല് പോലെ ഒരു ദ്രാവകം കിട്ടും. ഇതുപോലെ ഒരു ദ്രാവകം കിട്ടും. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ചേർക്കുക. ഞാൻ 1 ലിറ്റർ ചേർത്തില്ല, ഞാനൊരു 3/4 ലിറ്ററാണ് ചേർത്തത്. അപ്പം നമ്മളതിൽ സ്പ്രേയറുണ്ട്, അത് വെച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഈ സ്പ്രേയർ അതിനകത്ത് ശരിയാവാത്തതുകൊണ്ട് പിന്നെ ഞാൻ വേറൊരു കുപ്പി എടുക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് മുളകിന് നന്നായിട്ട് അടിച്ചു കൊടുത്തു. അപ്പോൾ രാവിലെയും വൈകുന്നേരമാണ് ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ അടിക്കാൻ ഏറ്റവും നല്ല സമയം. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കൊടുത്തു. പിന്നെയുള്ള ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കിയുള്ള മുളകൊക്കെ കൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മരുന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ള ജോലി നമുക്ക് ഉള്ള ഇത് എടുത്ത് കഴിഞ്ഞു. അപ്പം ഈ ബക്കറ്റ് വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പം MC-യിൽ വെച്ച് നമ്മളെ പൈപ്പൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസത്തെ പച്ചക്കറി വേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് മാറ്റാം. അപ്പം മുമ്പ് ഞാൻ അകത്താണ് വെച്ചിരുന്നത്, ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൂടെ ഞാൻ കുറച്ച് ചാണക വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. അത് വേറൊന്നിനുമല്ല, കുരങ്ങിൻ്റെ ശല്യം ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ല. അപ്പോൾ അവർ വന്ന് ഈ വേസ്റ്റ് എല്ലാം എടുത്ത് പറക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചാണകവെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരു കാര്യമില്ല. വെറും പച്ചക്കറി വേസ്റ്റ് ആയാലും അടിപൊളി വളം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ചെയ്ത് സെറ്റാക്കി അടപ്പൊക്കെ വെച്ച് ഇനി കുരങ്ങ് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ചുടുകല്ല് വെച്ച്, ചുമ്മയാണ് അത്, അവരതെല്ലാം തട്ടിമറിക്കും. എങ്കിലും അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പണികളാണ് ഇതൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.